എല്ലാ ദിവസവും ഞാൻ വീട്ടുമുറ്റത്ത് നിന്ന് ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണിച്ചിട്ടുള്ള ഷോ ഓഫ് അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തൊന്ന് പോയാലോ? ബാ. ചുരുക്കി പറയുവാണെങ്കിൽ ഞാൻ ഈ അഞ്ചുരുളിയിൽ പോയിട്ട് ഏകദേശം ഒരു 2-2.5 വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് വഴികളൊന്നും ശരിക്കും ഓർമ്മ പോലും ഇല്ല. ഇന്നെന്തായാലും നന്നായിട്ട് വെയിലും തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്രയും ദിവസം മഴയല്ലായിരുന്നോ, അപ്പോൾ തുരങ്കത്തിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം കാണാൻ നല്ല രസം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് പോയതാണ് കേട്ടോ. ഈ മഴയും പിടിച്ചിനി ടൂറിസ്റ്റുകളൊന്നും കാണില്ല എന്നാണ് ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷേ കുറേ ആൾക്കാരുണ്ടായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ തുരങ്കത്തിൽ നിന്നുള്ള ഒഴുക്ക് കൂടുതലായതുകൊണ്ട് അവിടെ അടച്ചേക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ലാത്ത സമയത്ത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല കുത്തൊഴുക്കായതുകൊണ്ട് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടെ അടച്ചേക്കുവാണ് കുറച്ച് നേരത്തേക്ക്. പിന്നെ ആ സൈഡിലൊരു ചെറിയ കുറുക്ക് വഴി ഉണ്ടല്ലോ ഡാം മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേ ഇറങ്ങി ചെന്ന് നോക്കിയപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ സൂപ്പറായിട്ടുണ്ട്. വെള്ളവും അത്യാവശ്യം നന്നായിട്ടുണ്ട്. തുരുത്തൊക്കെ ഇങ്ങനെ മൂടി കിടക്കുകയാണേ. പിന്നെ കുറച്ച് പേര് അവിടെ വന്ന് ചൂണ്ടയിടുന്നുണ്ട്. അത് കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. എന്തായാലും മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു കാടിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. വെള്ളച്ചാട്ടം കാണാൻ പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പതഞ്ഞു പൊങ്ങിയിട്ട് വേസ്റ്റ് കുപ്പിയൊക്കെ ഇടാനുള്ള സൗകര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാ കുപ്പികളും തന്നെ വെള്ളത്തിലാണ് കേട്ടോ കിടക്കുന്നത്. ആ ബോക്സ് കാലിയാണ് കേട്ടോ. ഇന്ന് ഒരു ദിവസം വെയിൽ തെളിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ നല്ല ചൂടായിരുന്നു കേട്ടോ. നമ്മൾ അധികം നേരം അവിടെ നിൽക്കാതെ തിരിച്ചു പോന്നേ. പിന്നെ പോകുന്ന വഴിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ റോഡ് മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിട്ട് കിടക്കുവാണേ. പോണ വഴിക്ക് തന്നെ 3-4 വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് കുറേ പിള്ളേർ സെറ്റ് അഞ്ചുരുളി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ.